ഹലോ ഗൈസ്, വെൽക്കം ടു പുയ്യാപ്ല സൽക്കാരം. ഇമ്മച്ചിൻ്റെ ഒക്കെ സൽക്കാരത്തിന് കുനാഫൊക്കെ ഉണ്ടാക്കുന്നു. ഇമ്മച്ചിൻ്റെ ടീച്ചർ യൂട്യൂബാണ്, അതിന് നോക്കിയിട്ട് ഉണ്ടാക്കണത്. കുനാഫ എന്ന് പറഞ്ഞിട്ട് കൂന്നായിട്ടേ ഉള്ളൂട്ടത്. ഓരോരോ പറ്റിക്കലേ. അമ്മമാരുടെ വീട്ടിലാണ് പുതിയാപ്ല തക്കാരം നടക്കുന്നത്. അവിടെ പുഡിങ് എടുത്ത് നേരെ അങ്ങോട്ട് പോയി. ഇവിടെ വന്നപ്പോൾ രണ്ടമ്മമാർ ഇവിടെ മന്തി ഉണ്ടാക്കാൻ വന്നത്. കഴിഞ്ഞ മന്തി വ്ളോഗിൽ വലിച്ച് ആറിനി അതിന്റെ പൊലിവിൽ ഏറ്റെടുത്താ അബല തന്നെ ഉണ്ടാക്കട്ടെ. ഇപ്പുറത്തെ ബിരിയാണി ചെമ്പിൽ ബിരിയാണി റെഡിയായി, അല്ലാണ്ട് ഇപ്പോൾ പ്ലേറ്റ് റെഡിയാവും. ഈ ആശിക്ക് ഒരു മണ്ടൻ തന്നെ. അതിന്റെ അയലത്ത് ഫിഷ് നരകത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഈ പണിയെടുക്കണം സുൽഖർ സൽമാൻ, അതന്നെ ദുൽഖർ അറ്റ് 144. സുൽഖർ അങ്ങനെ തക്കാരത്തിനുള്ള സെറ്റപ്പ് റെഡിയാക്കി. അങ്ങനെ വീട്ടിലെ 90s ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ തക്കാരത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു തുടങ്ങി. അപ്പൊ ഇവിടെ മാറ്റിയൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് തിന്നാൻ എന്തോ മറ്റേ പരിപാടി അറിയാം. അങ്ങനെ കോഴിക്കോട്ട് നിന്ന് ഡയറക്റ്റ് ഇറങ്ങിയെന്ന് കോഴി എന്ത് ചെയ്താൽ മേശപ്പുറത്തിരിക്കുന്നുണ്ട്. മിണ്ടാപ്രാണിയല്ലേ, അതിന്റെ ദാഹിച്ചാലും അപ്പൊ നമ്മൾ ഒരു ഏയിന്റെ ഉള്ള വാങ്ങാം. അങ്ങനെ ഏയിന്റെ ഉള്ള അതിന്റെ അടുത്ത് തന്നെ വെച്ചെടുത്തു. പാവം കോഴി. ഇവന്റെ മനസ്സിലാൻ വായിച്ചാൽ എവിടെ ഫുഡ് അധികമുള്ളത്, എവിടെ ഇപ്പൊ ഞാൻ ഇരിക്കുക, വല്ലാത്ത ജാതി തന്നെ. മേശപ്പുറത്ത് ഫുഡ് റെഡി ആയപ്പോ ചെറിയൊരു മയക്കം, നമ്മളൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി നീറ്റപ്പോത്ത് പുതിയാപ്ല വന്ന് നമ്മൾ കണ്ടോളി. ഈ കാണാണ് യഥാർത്ഥ തക്കാരം. കുറച്ച് ചോറ് ഇട്ടെ. മുളച്ചിരി ചോറും കിട്ടെ. നോക്കണ്ട, എല്ലാരും കണ്ടതിന്റെ പത്തപ്പാടാ. അതിന്റെ ഇടയിൽ കൂടി വേറെ ആളെന്നുണ്ട്. ഇവൻ എന്തൊക്കെ കാട്ടിക്കൊട്ടണം, ഓനെ അറിയില്ല എന്താ കാട്ടണെന്ന്. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ഞാനൊരു എഴുത്ത് തരാം. ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. ഇനി സമ്മാന ചടങ്ങിലോട് കിടക്കാം. ഫസ്റ്റ് അക്കാര്യത്തിന് വല്യമാരങ്ങനെ സമ്മാനമൊക്കെ ഉണ്ടാവും. പ്രൊപ്പോസ് ചെയ്യാൻ പെട്ടെന്ന് നോക്കിട്ട് വരാനുള്ള കല്യാണം. ഓ ഇൻഷാ അല്ലാഹ്, പെട്ടെന്ന് കല്യാണം ഇല്ല. തക്കാരം കഴിഞ്ഞ് രാത്രി കസിൻസ് എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഹൈലൈറ്റ് മാൾക്ക്. അതിൻ്റെ ഇടയിൽ നമ്മൾ കോസ്റ്റ്യൂം എന്ന് പറയും, മറ്റേ രാവിലെ കയറി കുത്തിർക്ക തുടങ്ങി. ഹൈലൈറ്റ് മാൾ നമ്മൾ വന്ന് തന്നെ ഈ കാർ റേസിംഗ് കളിക്കാനാണ്. ഇവിടെ 8 ലാബ്സിന് വരുന്നത് 350 റുപ്യ. നമ്മൾ എടുത്തൊന്ന് ഇല്ല പറയാല്ല, സംഭവം അടിപൊളി. നിങ്ങൾ വന്നില്ല തീർച്ചയായിട്ടും ഇവിടെ വരണം. കാർ ഓട്ടം അറിയാത്തവർക്ക് ഇവിടെ വരാം, ഒരു ഇവിടെ പഠിപ്പിച്ചു തരും. അങ്ങനെ ഇന്നത്തെ പരിപാടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായി. എല്ലാവരും കൂടെ അടുത്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ശരി, ഓക്കെ ബൈ.